My name is Shiva Joseph. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നന്ദാവൻ സൂവിലാണ്. ഈ നന്ദാവൻ സൂവിന് ഒരു പ്രത്യേകത. ഈ സൂവിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സൂ ഉണ്ട്, ജംഗിൾ സഫാരി ഉണ്ട്, നമുക്ക് വാക്കിയിട്ട് കാണാനും കഴിയും. പിന്നെ ഒരു വലിയൊരു ബോട്ട് സഫാരി ഉണ്ട്. ബോട്ടിലിങ്ങനെ സഫാരി മീൻസ് ബോട്ടിലിങ്ങനെ വെള്ളത്തിൽ കറങ്ങിയിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ ഒന്നും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിന് വീഡിയോ എടുക്കാൻ മാത്രമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ നോക്കാം. ബാ 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 ബാ. ഞാൻ ഇതും കൂടെ പറയാൻ വന്നത്, സോറി, റായ്പൂരിലാണ് നമ്മൾ പഠിക്കുന്നത്. റായ്പൂരിലാണ്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ബസ് കയറാം എന്നിട്ട് പോവാം ജംഗിൾ സഫാരിയിൽ. ബസ്സിലല്ല ജംഗിൾ സഫാരി പോണേ, പക്ഷെ അവിടെ കൊണ്ട് ആക്കി തരും സൂലി ഉള്ളി. ഇതാ ഗൈസ് നമ്മൾ പോകാൻ പോകുന്ന ബസ്. അയ്യോ, ഇതെനിക്ക് വന്ന് എന്നെ മേത്തൊക്കെ മുഴുവൻ വെള്ളം തെറിപ്പിക്കുന്ന. അതെ അതെ അതെ. അയ്യോ, വാക്കിയാണോ? അയ്യോ, മറ്റേ നടക്കുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു അല്ലേ. ഇതുണ്ടോ, ഇതെന്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് ഭയങ്കര ഭംഗിയില്ല കേട്ടോ, എനിക്കിഷ്ടമായി. ഇവിടെ പിന്നെ കുറേ പാർക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ പാർക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നല്ല സ്ഥലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. പിന്നെ ആ ഒരു പ്രശ്നമുള്ളൂ, ഇവിടെ കുറേ പശുക്കളുണ്ട്. അതുകൊണ്ട് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഏതെങ്കിലും പശു ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കയറി പശുവില്ല, പക്ഷെ പുറത്തൊക്കെ കുറേ പശു ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്നതിന് മുമ്പിൽ ഗൈസ് പിന്നെ ഇവിടെ പുറത്ത് കുറേ പശുക്കളുണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് കുറേ പശുവിൻ്റെ അപ്പിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എന്താ വെച്ചാൽ ഇവിടെ മൺഡേ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് മൺഡേ ഇങ്ങോട്ട് ആരും വരണ്ട, ക്ലോസ്ഡ് ആണ്. ഗൈസ് ഇത് തുറക്കുന്നത് 9 o'clock, ഇത് അടക്കുന്നത് 4 മണിക്കാണ്. കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകുന്നു വിചാരിച്ചിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക കുറേ സാധനങ്ങളൊക്കെ. അയ്യോ, പട്ടി. ഗൈസ് ഇവിടെ ജംഗിൾ സഫാരിക്ക് ഒരാൾക്ക് 100 rupees ആണ്. പിന്നെ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഈ സാധനത്തിൽ കയറുമ്പോൾ ഒത്തിരി സൂക്ഷിക്കണം ഗൈസ്. ഇത് കണ്ട, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഞാനൊന്ന് കാണിച്ചു തരുതാ, കണ്ട. ഇത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ പോലെ തലയിടിച്ച് വീണിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടോപ്പ് നമ്പർ 220 ആണ്. ഇവരെല്ലാം പോയിക്കേണ്ടത് നമുക്ക് പോകുന്നത്. എന്തൊരു കഷ്ടപ്പാണ് കിട്ടി ഗൈസ്.
നയം പിടിച്ച് നിനക്ക് പേടി. ഇത് മാനാന്ന് പറയുന്നില്ലല്ലോ. കൊമ്പില്ലാത്ത മാൻ, പട്ടീനെ പോലത്തെ മാൻ. കസ്തൂരി മാൻ. എന്ത് രസമാണ് കാണാൻ. നല്ല രസമുണ്ട്. ഒരു കാക്കാതെ ഇരിക്കുന്ന അവരെല്ലാവർക്കും അയ്യോ ഇവിടെയല്ലോ. God, it's so near. So cute. അതല്ലേ കേക്കുമായിരുന്നു. ഇത് ക്യൂട്ടൊന്നുമല്ല, ഭയങ്കര ഡേഞ്ചറസ്. പിന്നെ എനിക്കാണ് കൈ കരിച്ചത്. പിന്നെ പേടിച്ചിട്ടുള്ളല്ലോ അത് സുഖയുടെ മൂടിലിരിക്കുക. ഞാൻ കണ്ടില്ല. ഓ നമുക്ക് അതൊന്നുമില്ല. ഞാൻ കുടുങ്ങിപ്പോയി ഗ്യാപ്പില്. ഇതിന്റെ ഗ്യാപ്പിലാണ് ഞാൻ കുടുങ്ങിപ്പോയത്. ഇങ്ങനെ പോയിട്ട്
അവിടെ ഇരിക്കാൻ. അപ്പുറത്തെ ചേട്ടനുണ്ട് അവിടെ രണ്ട് ചേട്ടന്മാരപ്പുറത്ത് ഒരേപോലെ നോക്കുന്നുണ്ടോ? ഇങ്ങോട്ടോ കൂടെ കുറച്ച് അവിടെ ആൾക്കാരുണ്ട് കണ്ട് അവരെന്തോ ചെയ്യുന്നുണ്ടോ അത് അങ്ങോട്ട് നോക്കുന്നത്. അതിന്റെ ബാക്കിൽ കണ്ടോ വിവൂര് വരാം രണ്ടിന്റെയും മുന്നേ സ്ട്രീറ്റ് വരാം. ഇതെന്താ ഇതും അതെന്താ ഇതോ ആ നല്ല ഭംഗി. അവിടുന്ന് വണ്ടീന് വാഷ്റൂം പോകാൻ മുട്ടിട്ട് എങ്ങനെയല്ലോ വാഷ്റൂം പോകാൻ മുട്ടിയ സമയത്ത് എത്തി ഭാഗ്യത്തിന്. എന്റെ ഭാഗ്യം. നമ്മൾ പോയ വണ്ടിയിൽ പക്ഷെ എനിക്ക് അധികം സേഫ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല. എന്താ വെച്ചാൽ ടൈഗറിന്റെ സമയത്ത് മാത്രം ഒരു വിൻഡോ അടക്കാൻ പറഞ്ഞു, പക്ഷെ പകുതി തുറന്നിട്ടിട്ടുണ്ടായത്. പിന്നാണെങ്കിൽ ആ വണ്ടീൻ്റെ ഒരു വാതിൽ തുറന്നിട്ടുണ്ടായത്. ടൈഗറിൻ്റെയും ലൈൻ്റെയൊക്കെ വരുമ്പോൾ മാത്രമേ അത് അടച്ചിട്ടുള്ളൂ. എനിക്ക് അധികം സേഫ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ ഓപ്പൺ അല്ല, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഇവിടുന്ന് ഒരാളെ അടി കളിക്കാൻ പോവാണ്. പോവല്ല, കളിച്ചെടുത്ത് തുടങ്ങി. അപ്പോ ഇവിടെ തൊട്ടടുത്തായിട്ട് കുറച്ച് പാർക്കുണ്ട്. 2 പാർക്കാന്ന് തോന്നുന്നുള്ളു. 2 പാർക്കാന്ന് തോന്നുന്നുള്ളു. ഇവിടെ 2 പാർക്കുണ്ട്. നടക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരു പാർക്ക് കാണും. ഇതിപ്പോ ബോട്ടിങ്ങിന്റെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ സൂവിന്റെ ലാസ്റ്റ്. അപ്പൊ അവിടെ അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു പാർക്കുണ്ട്. അയ്യോ അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു പാർക്കുണ്ട്. അവിടെ നിന്നാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പൊ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തൊട്ട് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഇതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പാർക്ക്. മറ്റേത് ചെറിയതാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ഇവിടുത്തെ സ്ലൈഡിംഗ് ബോർഡ് വന്നിരിക്കുകയാണ്. ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരും ഒരു കാര്യം. ഗൈസ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ, ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തെ ഒരു ഗ്ലുക്ക് സ്ലൈഡിംഗ് ബോർഡാണ്. പക്ഷെ ഇത് കണ്ടോ, ഇത് നേരെ സ്ലൈഡിംഗ് ആണ്. അവിടെ എത്തിയ പണി പോകും, ബാക്ക് ഓടിയും. അതങ്ങനത്തെ സ്ലൈഡിംഗ് ബോർഡാണ്. പക്ഷെ സൂക്ഷിച്ച് പോയ ഒരു കുഴപ്പമില്ല. അതൊന്നും ഞാൻ സൂക്ഷിക്കാൻ പോകുന്നത്. ആരെ കണ്ട 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 ഇങ്ങനെ വീടു. അത് നമ്മൾ ഇതിൽ കയറാൻ പോകണം. അതിൽ വളർന്ന് കയറിണ്ട്. നമ്മൾ ഇതിൽ കയറാൻ പോകണം. ഇതിലും കയറി പണി കിട്ടും. അപ്പൊ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, താലാബുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബോട്ട്, ഞാൻ പറഞ്ഞു തോന്നുന്നു, ഇവിടെ ഒരു ബോട്ടുണ്ട്, ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ടാവും. അത് മുഴുവൻ ചുറ്റിയിട്ട് വരും. ആ ബോട്ട് ഈ ലേക്ക് മുഴുവൻ ചുറ്റിയിട്ട് വരും. ഇതാണ് പനങ്കോല. അയ്യോ സോറി, ഇതാണ് പനങ്കോല. ഇതാണ് യക്ഷി താമസിക്കുന്ന പറയണേ. അപ്പൊ യക്ഷി മീൻസ് ഇത് യക്ഷിന്റെ മുടി പോലെയില്ലേ, അതുകൊണ്ടാണ് യക്ഷി താമസിക്കുന്ന പറയണേ. ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനുള്ള കുറേ സ്റ്റെപ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ആ സാധനം ഉണ്ടായിരുന്നു, അത് വേണ്ട. ഒരു ലാഡർ പിടിച്ച് കയറിയും അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ അവിടെ ഒരു കറങ്ങുന്ന സാധനം ഉണ്ട്,
അത് പൊട്ടി. പിന്നെ ആകെ ഇതും പിന്നെ പൊട്ടിയ ഒറ്റ പൊട്ടി ഊഞ്ഞാലുള്ളൂ, രണ്ടാമത്തെ പൊട്ടാത്തത്. അപ്പോൾ ഈ ഊഞ്ഞാലും ഈ സാധനവും അത് പൊട്ടിയത്. അപ്പോൾ ഇതങ്ങനത്തെ കീറി. പക്ഷെ അവിടുത്തെ ഞാൻ ഇപ്പോൾ പോയ പാർക്കുണ്ട്, അതാണ് സൂപ്പർ പാർക്ക്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ പാർക്കാണ്. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമുണ്ട്, ബിക്കോസ് ഇത് പൊട്ടിപ്പൊളിഞ്ഞാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ സൂവിൻ്റെ ഫ്രണ്ടിൽ മീൻസ് ജംഗിൾ സഫാരിയുടെ ഫ്രണ്ടിൽ കാണുന്നതാണ്. ഇത് ഛത്തീസ്ഗഡ് പ്രതിമയെല്ലാം ഉണ്ടാക്കി വെച്ചാണ്, അവരുടെ ഇതിലുണ്ടാക്കി വെച്ചാണ്, അവരുടെ പ്രതിമ ഉണ്ടാക്കി വെച്ച, അവരുടെ ഇതിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ജംഗിൾ സഫാരി പശു കാണാൻ പറ്റുന്നുണ്ട്, അവിടെ കുറെ പശു ഇങ്ങനെ പോകുന്നുണ്ട്. ജംഗിൾ സഫാരി അല്ലാത്ത സഫാരി. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലിട്ട് നമ്മുടെ ജംഗിൾ സഫാരിയുടെയും സൂവിൻ്റെയും നമുക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. മീൻസ് സൂവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അതാണ് ശരിക്കും പോകുന്ന വളം. അപ്പം അതിൻ്റെ പുറത്തേക്ക് പോയി നമുക്ക് കുറച്ച് ടോയ്സിൻ്റെ ഇതൊക്കെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്രണ്ടിലെത്തി. ഇവിടെ പഞ്ഞിമുട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പഞ്ഞിമുട്ടായി വാങ്ങിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ടോയ് വാങ്ങിച്ച് കളിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ്, ബൈ. എത്രയാ പക്ഷിയായിരുന്നു കാണൂല. ക്യാമറ